2026 സ്റ്റാറ്റിസ്റ്റിക്സിന് കാനഡയിൽ തുടക്കമാകുകയാണ്. ഇത്തവണ കനേഡിയൻസിനോടുള്ള ചോദ്യങ്ങൾ സാധാരണത്തേതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും. 2026 സെൻസസിനെ കുറിച്ച് കനേഡിയന്മാർ അറിയേണ്ട കാര്യങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡയിലെ അസിസ്റ്റന്റ് ചീഫ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ജെഫ് പോൾവി പങ്കുവയ്ക്കുന്നു. 2026 സെൻസസിനായി സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡ തിങ്കളാഴ്ച മുതൽ രാജ്യത്തുടനീളമുള്ള വീടുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. ലൈംഗിക ആഭിമുഖ്യം, ഭവനരഹിതത്വം എന്നിവയുൾപ്പെടെ ഈ വർഷം കനേഡിയന്മാരോട് പുതിയ ചോദ്യങ്ങൾ ചോദിക്കും എന്നാണ് വിവരം. ജനസംഖ്യാ സെൻസസിനായി വീടുകൾ, അപ്പാർട്ട്മെന്റുകൾ, കോണ്ടോ യൂണിറ്റുകൾ എന്നിവയുൾപ്പെടെ എല്ലാ വീടുകളിൽ നിന്നും ജനസംഖ്യാപരമായ സാമൂഹിക, സാമ്പത്തിക വിവരങ്ങൾ സ്റ്റാറ്റ്കാൻ ശേഖരിക്കും. 4 വീടുകളിൽ ഒന്ന് ലോങ് ഫോം സെൻസസ് വഴിയും ബാക്കിയുള്ള വീടുകൾക്ക് ഷോർട്ട് ഫോം സെൻസസ് വഴിയുമായിരിക്കും വിവരങ്ങൾ ശേഖരിക്കുക. പ്രായം, ലിംഗഭേദം, ഭാഷ എന്നിവയുൾപ്പെടെ 1 ഡസനോളം അടിസ്ഥാന ചോദ്യങ്ങൾ ഷോർട്ട് ഫോം സെൻസസിൽ അടങ്ങിയിരിക്കും. എന്നാൽ ദീർഘകാല സെൻസസിൽ വിദ്യാഭ്യാസം, തൊഴിൽ നില, ജോലിയുടെ തരം എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെ 70 ചോദ്യങ്ങൾ അടങ്ങിയിരിക്കും. മെയ് 12-നകം എല്ലാവരും ചോദ്യാവലി പൂരിപ്പിച്ച് നൽകണമെന്നാണ് വ്യവസ്ഥ. കൃത്യമായ സമയത്ത് ചോദ്യാവലി പൂരിപ്പിച്ച് നൽകിയില്ലെങ്കിൽ $500 വരെ പിഴ ലഭിക്കാനും സാധ്യതയുണ്ട്.